സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ഉയർച്ചയും തകർച്ചയും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് 10 മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഫ്രിക്കയുടെ കൊമ്പെന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ് സൊമാലിയ. ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്ന്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള ആഫ്രിക്കയിലെ രാജ്യവും സൊമാലിയ തന്നെ. എന്നാൽ ഇതേ സൊമാലിയക്കാർ ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നതാകട്ടെ കടൽ കൊള്ളയുടെ പേടിപ്പെടുത്തുന്ന കഥകളിലൂടെയും. നിരവധി പട്ടിണി പാവങ്ങളുള്ള സൊമാലിയ പോലുള്ള ഒരു ചെറിയ രാജ്യം കടൽ കൊള്ളക്കാരുടെ വിഹാര കേന്ദ്രമായത് എങ്ങനെയാണ്? പണത്തിലും പ്രശസ്തിയിലും ആകൃഷ്ടരായി സൊമാലിയൻ ജനത ഇത്തരം കടൽ കൊള്ളയിലേക്ക് തിരിഞ്ഞത് എന്തുകൊണ്ടാകാം? തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും മാത്രമാണോ അവരെ അതിലേക്ക് നയിച്ചത്? വൻകിട കപ്പലുകളെ എളുപ്പത്തിൽ റാഞ്ചി അതിലെ ജീവനക്കാരെ ബന്ദികളാക്കി വൻതുക മോചനദ്രവ്യമായി വാങ്ങുന്ന ഈ സമ്പ്രദായത്തിന്റെ പിന്നാമ്പുറ കഥകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഒരു വ്യക്തി നിങ്ങളെ കരയിൽ കൊള്ളയടിച്ചാൽ അവനൊരു കള്ളനാണ്. എന്നാൽ ഒരു സംഘം ആളുകൾ ചേർന്ന് നിങ്ങളെ കടലിൽ കൊള്ളയടിച്ചാൽ അവർ കടൽ കൊള്ളക്കാരാണ്. 2007 തീരത്ത് നിന്നൊരു ചരക്ക് കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. കെനിയയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഗോതമ്പ് കടത്തുകയാണ് ആ ചരക്ക് കപ്പലിലൂടെ. പെട്ടെന്ന് കടലിലേക്ക് നോക്കുമ്പോൾ കുറെ ആളുകളെ കാണുന്നു. അവർ ഒരു ചെറിയ സ്പീഡ് ബോട്ടിൽ വളരെ വേഗത്തിൽ കപ്പലിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. കപ്പലിന്റെ അരികിലെത്തിയതും അവർ മുകളിലേക്ക് കയറാൻ ഒരു ഗോവേണി എറിയുന്നു. കപ്പൽ ജീവനക്കാർ കപ്പലിന്റെ സുരക്ഷിത മുറിയിലേക്ക് ഓടുകയും കോസ്റ്റ് ഗാർഡിനെ വിളിക്കാൻ ശ്രമിക്കുകയും വാട്ടർ ഹോസ് ഉപയോഗിച്ച് വെള്ളം സ്പ്രേ ചെയ്ത് അവരെ ഭയപ്പെടുത്തുവാനും ശ്രമിക്കുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെ അവർ കപ്പലിൽ ഇടിച്ചു കയറി ജീവനക്കാരുടെ സംഘത്തെ വളഞ്ഞു. അവരുടനെ ആ ജീവനക്കാരെ ബന്ദികളാക്കി. ഷിപ്പിംഗ് കമ്പനി, ഹോം ഗവൺമെന്റ്, ബന്ദികളുടെ കുടുംബം ഇവരോടൊക്കെ ദശലക്ഷക്കണക്കിന് $, മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു. അവർക്ക് പണം നൽകാത്ത പക്ഷം ബന്ദികളെ ദിവസങ്ങളോളമോ മാസങ്ങളോളമോ ഒക്കെ അവർ പട്ടിണിക്കിടുന്നു. ചിലപ്പോ അവരങ്ങനെ വർഷങ്ങളോളം പീഡിപ്പിക്കപ്പെട്ടേക്കാം. 3 ദിവസത്തിനുള്ളിൽ മോചനദ്രവ്യം നൽകുന്നതിന് ഉത്തരമില്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയവർ ബന്ദികളെ അൽ ഷബാബിന് വിൽക്കും. ഇത് ഇങ്ങനെ 100 കണക്കിന് തവണ സംഭവിച്ചുകൊണ്ടേയിരുന്നു. സത്യത്തിൽ ഇതാണ് സാധാരണ ഈ പ്രദേശത്തെ ഹൈജാക്കിംഗ് രീതി. 2000ങ്ങളുടെ തുടക്കം മുതൽ ഓരോ വർഷവും 100 കണക്കിന് കടൽക്കൊള്ള സംഭവങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് സൊമാലിയ ഇത്തരത്തിൽ ആധുനിക കടൽ കൊള്ളയുടെ പ്രഭവ കേന്ദ്രമായി മാറിയത്? തങ്ങളുടെ കടൽ വെള്ളം സംരക്ഷിക്കാനായി സൊമാലിയൻ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെയൊരു സംഘടിത ക്രിമിനൽ ശൃംഖലയുടെ വളർച്ചയിലേക്ക് എത്തിയത്? ആഫ്രിക്കൻ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ എല്ലാം പേടി സ്വപ്നമായിരുന്നു ഈ സൊമാലിയൻ കടൽ കൊള്ളക്കാർ. കപ്പൽ മോഷണം, കള്ളക്കടത്ത്, തീവ്രവാദം തുടങ്ങിയ ഒട്ടനവധി ഭീകര പ്രവർത്തനങ്ങളാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ മറവിൽ നടക്കുന്നത്. കൊള്ളക്കാരിൽ പലരും 18നും 30നും ഇടയിൽ പ്രായമുള്ളവരാണ്. മോട്ടോർ ബോട്ടുകൾ, AK-47, അത്യാധുനിക മെഷീൻ ഗൺ, ഗ്രാപ്പിംഗ് ഹുക്ക്, RPG-7 റോക്കറ്റ് ലോഞ്ചർ, സെമി ഓട്ടോമാറ്റിക് പിസ്റ്റലുകൾ തുടങ്ങി നിരവധി ആയുധ സാമഗ്രികൾ ഉപയോഗിച്ചാണ് അവർ ഇത്തരത്തിൽ കടൽ കൊള്ളകൾ നടത്തുന്നത്. പ്രാദേശിക തലത്തിൽ പരിശീലനം നേടുന്ന ഇവർക്ക് യമനിൽ നിന്നാണ് പ്രധാനമായും ആയുധങ്ങൾ ലഭിക്കുന്നത്. ഇവരിൽ ഏതാണ്ട് 80% ദക്ഷിണ സൊമാലിയയിൽ നിന്നുള്ള തീരദേശക്കാരാണ്. കടലിന്റെ ആഴവും പരപ്പും മറ്റ് സവിശേഷതകളും സഞ്ചരിക്കേണ്ട വഴികളെക്കുറിച്ചുമെല്ലാം വ്യക്തമായ ധാരണയുള്ള ഇവരെയാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്ക് ആവശ്യവും. ഇവരിൽ തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്കാണ് കടലിനെ കൂടുതൽ അറിയാൻ കഴിയുക എന്നതുകൊണ്ട് തന്നെ ഇവർ ആയിരിക്കും ചെറു ബോട്ടുകളിൽ കപ്പൽ റാഞ്ചാൻ കുതിക്കുന്നത്. നന്നായി ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. GPS ഉപകരണങ്ങൾ പോലുള്ളവയുടെ പ്രവർത്തനങ്ങൾ നന്നായി അറിയുന്ന സാങ്കേതിക പരിജ്ഞാനമുള്ള ചിലരും കൂടി ചേരുന്നതോടെ കടൽ കൊള്ളക്കാരുടെ ശക്തി വർദ്ധിക്കുന്നു. ശത്രു രാജ്യങ്ങളുടെ നീക്കങ്ങളും മറ്റും അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളിലൂടെയാണ് കൊള്ളക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തോടെ ശക്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും ഇവർ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സൊമാലിയയിലെ വിവാഹ മാർക്കറ്റുകളിലെല്ലാം ഇത്തരം കടൽ കൊള്ളക്കാർക്ക് വലിയ ഡിമാൻഡാണ്. ദിവസം തോറും സാധാരണ ജോലിക്ക് പോയാലും വർഷത്തിൽ വെറും $300, ഏതാണ്ട് 24,000 രൂപയോളം മാത്രം കിട്ടിയിരുന്ന സൊമാലിയൻ ജനതയ്ക്ക് കടൽ കൊള്ളയിലൂടെ $3,000, ഏകദേശം 2.5 ലക്ഷം രൂപ കിട്ടുന്ന സ്ഥിതിവിശേഷമുണ്ടായതോടെ കടൽ കൊള്ള ഇന്ന് വലിയൊരു ബിസിനസ്സായി തന്നെ ഉരുത്തിരിഞ്ഞു. മത്സ്യബന്ധനം പ്രധാന വരുമാന മാർഗമായി തിരഞ്ഞെടുത്തിരുന്ന സൊമാലിയയിൽ തുടർച്ചയായി ഉണ്ടായ ആഭ്യന്തര യുദ്ധങ്ങൾ മൂലം സമഗ്രമായ ഒരു ഭരണകൂട സംവിധാനം ഇല്ലാതെയായതോടെയാണ് ഇത്തരം ഭീകര പ്രവർത്തനങ്ങളുടെ ഭൂമിയായി സൊമാലിയ മാറുന്നത്. സൊമാലിയൻ ആഭ്യന്തര യുദ്ധം ആ രാജ്യത്തെ ദശകങ്ങൾ നീണ്ട കലാപങ്ങളിലേക്കും അറുതികളിലേക്കും തള്ളിവിട്ടു. 90കളുടെ തുടക്കത്തിലാണ് സൊമാലിയൻ സർക്കാർ തകരുന്നത്. അതോടെ രാജ്യവും തകർന്നു. പ്രാദേശിക വംശജർ രാജ്യം നിയന്ത്രിക്കാൻ തുടങ്ങി. 3000 കിലോമീറ്ററോളം വരുന്ന ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ തീരപ്രദേശം നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാതെ വന്നു.
അതിന്റെ ഫലമായി ഇറാൻ, യമൻ തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്നും വലിയ മത്സ്യബന്ധന ബോട്ടുകൾ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ സൗജന്യമായി സൊമാലിയയിലേക്ക് കുതിച്ചെത്തി. ഈ വിദേശ മത്സ്യത്തൊഴിലാളികളാകട്ടെ ഓരോ വർഷവും അനിയന്ത്രിതമായി കോടിക്കണക്കിന് ഡോളറിനുള്ള കടൽ വിഭവങ്ങൾ ഇവിടെ നിന്നും മോഷ്ടിക്കാൻ തുടങ്ങി. കടലിന്റെ അടിത്തട്ട് കീറി ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തുകയും മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തു അവർ. ഇത്തരത്തിൽ വിദേശ കപ്പലുകളുടെ ഈ അനധികൃത മീൻപിടുത്തത്തെ പ്രാദേശിക സൊമാലിയൻ മത്സ്യത്തൊഴിലാളികൾ ചോദ്യം ചെയ്തു. ഇതിനു പുറമെ സ്വിറ്റ്സർലൻഡിൽ നിന്നും ആദ്യകാലത്ത് സൊമാലിയയെ കോളനിവൽക്കരിച്ച ഇറ്റലിയിൽ നിന്നുമുള്ള കമ്പനികൾ നിയമവിരുദ്ധമായി അവരുടെ കമ്പനി വേസ്റ്റ് തള്ളാനായി സൊമാലിയൻ ഗവൺമെന്റിന്റെ അഴിമതിക്കാരായ വിഭാഗങ്ങൾക്ക് കൈക്കൂലി നൽകി. അങ്ങനെ അവരുടെ വിഷമയമായ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളും സൊമാലിയയുടെ കരയിലും വെള്ളത്തിലും എത്തിത്തുടങ്ങി. ഇത് അവരുടെ പ്രാദേശിക കമ്മ്യൂണിറ്റികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചു. 1990കളിൽ നടന്ന ഇത്തരം അനധികൃതമായ മത്സ്യബന്ധനങ്ങളിലൂടെയും മാലിന്യ നിക്ഷേപങ്ങളിലൂടെയും സൊമാലിയൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗത്തെ വിദേശ രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിച്ചു. അത്തരമൊരു ദുരവസ്ഥയിൽ അവരെ സഹായിക്കാനും സംരക്ഷിക്കാനും അവർക്ക് നല്ല ഭരണ സംവിധാനം ഇല്ലാതെ പോയി. ഒടുവിൽ ചില സൊമാലിയക്കാർ ഇതിനെതിരെ തിരിച്ചടിക്കുവാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഒരു അമേരിക്കൻ ചരക്ക് കപ്പൽ കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തു. സൊമാലിയൻ മത്സ്യത്തൊഴിലാളികൾ ഒത്തുചേർന്ന് അവർ ഒരു സമുദ്ര മിലിഷ്യ തന്നെ രൂപീകരിച്ചു. അതായത് അവർ സ്വയം ഒരു സമുദ്ര സൈന്യമായി ഭാവിച്ച് ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് വിദേശ മത്സ്യബന്ധന കപ്പലുകളെ ഓടിച്ചിട്ട് പിഴയടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൽ തന്നെ ചിലർ തങ്ങളെ സ്വയം കോസ്റ്റ് ഗാർഡ് എന്ന് വിളിച്ചു. ചില വിദഗ്ധർ ഇതിനെ ഉപജീവന പൈറസി എന്നാണ് വിളിച്ചത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതും കടൽക്കൊള്ള തന്നെയായിരുന്നു. എന്നാൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അന്നത് ചെയ്തത്. ആദ്യകാലങ്ങളിൽ വളരെ റെയറായി മാത്രമാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. എന്നാൽ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ന് അത്തരത്തിൽ എല്ലാ വർഷവും വിജയകരമായ ഒരു പിടി സംഭവങ്ങൾ നടക്കുന്നതായി കാണാം. സൊമാലിയൻ കടൽ കൊള്ളയുടെ ഈ ആദ്യകാല സംഭവങ്ങളിൽ ഒന്നായിരുന്നു 1994-ൽ തടിബോട്ടിൽ സൊമാലിയൻ കോസ്റ്റ് ഗാർഡ് ചമഞ്ഞ് 26 സൊമാലിയക്കാർ ചേർന്ന് ഒരു ഷിപ്പിംഗ് വെസൽ തട്ടിയെടുത്തത്. 5 ദിവസത്തേക്ക് അത് ഹൈജാക്ക് ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ അവർക്കതിന് സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ അവരാ ചരക്ക് കപ്പലിൽ നിന്ന് കഴിയുന്നത്ര സാധനങ്ങൾ മോഷ്ടിച്ച് അവരുടെ വഴിക്ക് പോയി. ഇതായിരുന്നു ഇന്ന് കാണുന്ന കടൽ കൊള്ളക്കാരുടെ അടിസ്ഥാനപരമായ രീതി. ഇത് തീർത്തും നിരുപദ്രവകരമായിരുന്നു. പിന്നെ കുറെ കാലം ഈ രീതി തുടർന്നു. ചെറിയ സംഘടിത സായുധ സംഘങ്ങൾ ചരക്ക് കപ്പലുകളിലോ മത്സ്യബന്ധന യാനങ്ങളിലോ കയറി ജീവനക്കാരെ ഭയപ്പെടുത്തി അവരുടെ വെള്ളത്തിൽ മീൻ പിടിക്കുന്നതിന് പിഴ ഈടാക്കുകയോ ചിലപ്പോൾ അനൗപചാരിക ലൈസൻസ് ഫീസ് ഈടാക്കുകയോ ഒക്കെ ചെയ്തു പോന്നു. ലൈസൻസ് നൽകാനൊന്നും അവർക്ക് അധികാരമില്ലെങ്കിലും അവരത് ചെയ്ത് പണം സമ്പാദിക്കുവാൻ നോക്കി. അടിസ്ഥാനപരമായി നിങ്ങൾ ഞങ്ങളുടെ വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പണം നൽകണമെന്നവർ വാദിച്ചു. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർ ഇതിനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിരുന്നില്ല. എന്നാൽ താമസിയാതെ അത് മാറി. കടൽ കൊള്ളയുടെ മറവിൽ ആ മേഖലയിലുടനീളം 80,000 പേര് മരിച്ചു. അതിൽ കുറഞ്ഞത് 22,000 പേർ ശ്രീലങ്കയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. 2004-ൽ ആഞ്ഞടിച്ച സുനാമി തിരമാലകൾ സൊമാലിയയുടെ അതിലോലമായ സമ്പദ് വ്യവസ്ഥയെയും ഭക്ഷ്യവിതരണത്തെയും തകിടം മറിച്ചു. ഇതോടെ ഒരു അനൗപചാരിക കോസ്റ്റ് ഗാർഡായി തുടങ്ങിയ കടൽ കൊള്ള ശക്തി പ്രാപിച്ചു. 2005ഓടെ അവർ മദർഷിപ്പുകളും വലിയ കപ്പലുകളും ഉപയോഗിച്ച് കൊള്ള നടത്തുവാൻ തുടങ്ങി. അത് അവരുടെ തീരത്ത് നിന്നും കൂടുതൽ ദൂരെ മുന്നോട്ട് പോയി കടൽ കൊള്ള നടത്തുവാൻ അവരെ സഹായിച്ചു. പിന്നീട് അവർ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ആക്രമിക്കുവാൻ തുടങ്ങി. മദർഷിപ്പുകളിൽ റഡാർ ഉപയോഗിച്ച് അവർ തങ്ങളുടെ പുതിയ ഇരകളെ കണ്ടെത്തി തുടങ്ങി. GPS സംവിധാനങ്ങളും സാറ്റലൈറ്റ് ഫോണുകളും ഉപയോഗിച്ച് അവർ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കി. ഷിപ്പിംഗ് വ്യവസായ ബ്ലോഗുകളും ഡേറ്റാബേസും ഹാക്ക് ചെയ്തുകൊണ്ട് അവർ ഷിപ്പുകളെ ട്രാക്ക് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും തുടങ്ങി. കടൽ കൊള്ളയുടെ ബാല്യകാലത്തെ അപേക്ഷിച്ച് ഇന്നതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക ലാഭങ്ങളെക്കുറിച്ചും അതിന്റെ മൂല്യത്തെയും അവർ മനസ്സിലാക്കി. അതോടെ കടൽ കൊള്ളയ്ക്ക് അതിന്റെ മോസ്റ്റ് മോഡേൺ രീതി കൈവരിച്ചു വന്നു. അങ്ങനെ അവർ ലോകത്തിലെ അന്താരാഷ്ട്ര ട്രേഡുകളുടെ ഏറ്റവും തിരക്കേറിയ ഹൈവേ എന്നറിയപ്പെടുന്ന സ്യൂയിസ് കനാൽ കേന്ദ്രീകരിച്ച് കൊള്ള നടത്തുവാൻ തീരുമാനിച്ചു. കടൽ കൊള്ളകളിൽ ഏറെ പണം ലഭിക്കുന്നത് മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിലൂടെയാണെന്ന് മനസ്സിലാക്കിയ ഇവർ പിന്നീട് ആ രീതിയിൽ പണമുണ്ടാക്കാൻ തുടങ്ങി. ഇതിലൊരു ലാഭകരമായ ബിസിനസ് തന്ത്രമുണ്ടെന്ന് മനസ്സിലാക്കി യുദ്ധപ്രഭുക്കൾ ഈ ഹൈജാക്കിംഗ് പണം നൽകുവാൻ തുടങ്ങി. 2007 ആയപ്പോഴേക്കും ലോകത്തിലെ കടൽ കൊള്ളക്കാരുടെ 30% ആക്രമണങ്ങളും ഈ സർക്കിളിലാണ് നടന്നത്. മോചനദ്രവ്യത്തിന്റെ ഈ വരവോടെ ഒരു പൈറേറ്റ് എക്കണോമി സൈക്കിൾ തന്നെ ആരംഭിക്കുവാനിടയാക്കി. മോചനദ്രവ്യത്തിന്റെ ഒരു ഭാഗം കൊള്ളക്കാർ തങ്ങൾക്ക് ധനസഹായം നൽകിയ ഗോത്രത്തലവനായ യുദ്ധപ്രഭുവിന് തിരിച്ചു നൽകി. അതുവഴി അയാൾക്ക് കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും അതിൽ നിന്ന് ഒരു വിഹിതം കൂടുതൽ വലിയ ബോട്ടുകളും ആയുധങ്ങളും വാങ്ങുന്നതിലേക്കും വകയിരുത്തുവാൻ അവർ തീരുമാനിച്ചു.
ഇതിനെ അടിസ്ഥാനമാക്കി ഒരു ഓഹരി വിപണി തന്നെ പ്രവർത്തിച്ചിരുന്നു. പ്രാദേശിക തലത്തിൽ നിന്നും ധാരാളം യുവാക്കളെ ഇവർ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയുമുണ്ടായി. കൂടുതൽ സങ്കീർണമായ വഴികളിൽ കപ്പലുകൾ റാഞ്ചാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കുമെന്നതായിരുന്നു ഇതിന് കാരണം. അതുമാത്രമല്ല, പ്രാദേശിക തലത്തിൽ ഇവർക്ക് ആവശ്യമായ പിന്തുണയും അവർക്കതിലൂടെ നേടാൻ കഴിഞ്ഞു. 2011 ആയപ്പോഴേക്കും 237ഓളം കടൽ കൊള്ളകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിന്റെ ഭാഗമായി 1200-ലധികം ആളുകൾ ഈ വർഷം ബന്ദികളാകപ്പെടുകയും 35 പേരോളം തടവിലിരിക്കെ മരിക്കുകയും ചെയ്തു. ഈ രീതിയിൽ കടൽ കൊള്ളയുടെ ഭീകരത വർദ്ധിച്ചു വന്നു. കൊള്ളക്കാർക്ക് കള്ളക്കടത്ത് ബിസിനസ് എന്നതിൽ നിന്ന് മാറി ഒരു വിനോദമായി മാറിക്കൊണ്ടിരുന്നു. ഇവർ പ്രദേശങ്ങളിലെ പോലീസിനും സൈന്യത്തിനും വേണ്ട പാരിതോഷികങ്ങൾ നൽകി അവരുടെ വരുതിയിലായിരുന്നതിനാൽ തന്നെ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ വിരളമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ മത്സ്യബന്ധന തൊഴിലാളികളെന്ന് തോന്നിക്കും വിധത്തിൽ ബോട്ടുകളിൽ കറങ്ങുന്ന ഇവർ തക്കം കിട്ടിയാൽ ഉടൻ ഉല്ലാസ ചരക്ക് കപ്പലുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. കഴിഞ്ഞ 13 വർഷത്തിനുള്ളിൽ 6 ഇന്ത്യൻ കപ്പലുകൾ ഉൾപ്പെടെ 228 കപ്പലുകൾ ഇവർ അത്തരത്തിൽ പിടിച്ചെടുത്തു. ഗൾഫിൽ നിന്നുൾപ്പെടെ വരുന്ന വാണിജ്യ ചരക്ക് കപ്പലുകളായിരുന്നു അവരുടെ ലക്ഷ്യം. 2012 മാർച്ച് 2-ന് ദുബായിൽ നിന്നും നൈജീരിയയിലേക്ക് പോകുകയായിരുന്ന 5 മലയാളികളടങ്ങിയ ചരക്ക് കപ്പൽ കൊള്ളക്കാർ റാഞ്ചിയിരുന്നു. അവരെ പിന്നീട് മോചിപ്പിക്കുകയുണ്ടായി. 2013-ൽ മലയാളികൾ ഉൾപ്പെട്ട തുർക്കി എണ്ണ കപ്പലായ MB കോട്ടൺ എന്ന കപ്പലും കൊള്ളയടിച്ച് എണ്ണയും മറ്റും ഇവർ കവർന്നിരുന്നു. കൊള്ളയടി കൂടിയതോടെ UN ഇടപെട്ട് ഇന്ത്യ, ചൈന, റഷ്യ, US, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളോട് ആ മേഖലകളിൽ നിരീക്ഷണങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശിച്ചു. മുമ്പ് ലക്ഷദ്വീപ് തീരത്തുവരെ സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇന്ത്യൻ നാവികസേന നിരീക്ഷണം ശക്തമാക്കിയതോടെ അവരവിടെ നിന്നും പിൻവാങ്ങി. ആഴക്കടലിലെ ഈ കൊടും ഭീകരന്മാർ നാവികസേന കപ്പലുകൾ കണ്ടാൽ ആ നിമിഷം അപ്രത്യക്ഷമാകാൻ തുടങ്ങി. കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ മത്സ്യബന്ധന ജീവനക്കാരുടെ ബോട്ടുകളിൽ ആയുധങ്ങൾ സൂക്ഷിക്കാറുണ്ട്. കൂണുകൾ പോലെ മുളച്ചു പൊന്തിയ കടൽ കൊള്ളക്കാരെ നിയന്ത്രിക്കാൻ പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 150 എന്ന ഒരു ബഹുരാഷ്ട്ര സഖ്യ ടാസ്ക് ഫോഴ്സ് രൂപം കൊണ്ടു. വിവിധ രാജ്യങ്ങളിലെ നാവികസേന ഉൾപ്പെടുന്നതായിരുന്നു ഈ ടാസ്ക് ഫോഴ്സ്. ഏഡൻ കടലിലൂടെ സ്യൂസ് കനാൽ വഴി പോകുന്ന കപ്പലുകൾക്ക് ഇവർ അകമ്പടി നൽകി. അങ്ങനെ സൊമാലിയൻ കടൽ കൊള്ളക്കാർക്കെതിരെയുള്ള പ്രതിരോധം അവർ ശക്തമാക്കി. ഇവരുടെ സേനാ മികവ് കൊണ്ട് ഇന്ന് സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നു. ഇതാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ ഉയർച്ചയുടെയും തകർച്ചയുടെയും ചരിത്രം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണും വരേക്കും നന്ദി.